ഹലോ ഗൈസ്, അപ്പോൾ ദാ സാറ്റർഡേ ഏർലി മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഉടനെ തന്നെ കണ്ണൂർക്ക് ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരൻ്റെ വീട്ടിലേക്ക് വീട് കാണൽ ചടങ്ങിനായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടനും ശങ്കറിനും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ഫാമിലി മെമ്പേഴ്സ് വേറെ കുറേ പേരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചാണ് കേട്ടോ പോയത്. നല്ല രസകരമായ യാത്രയായിരുന്നു. അപ്പോൾ തലേ ദിവസം അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഡേ ആണ് കേട്ടോ ഫംഗ്ഷൻ. രാത്രി ഒരു 12 മണിയോടുകൂടി ഞങ്ങൾ റൂമിലെത്തി. പിന്നെ എല്ലാവരും റെസ്റ്റ് എടുത്തു കേട്ടോ. എല്ലാവരും കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ 9 മണിക്ക് പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും കൃത്യമായിട്ട് ഒരുങ്ങി ഇറങ്ങി. പിന്നെ അവിടെ അടുത്ത് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലിയും വടയും കേട്ടോ കഴിച്ചത്, നല്ലതായിരുന്നു. പിന്നെ ഒരു 10 കൂടി നമ്മൾ വരൻ്റെ വീട്ടിലെത്തി. അപ്പോൾ മണവാട്ടിയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ രാവിലെ അവിടെ ചെന്ന ഉടനെ തന്നെ ഒരു കാപ്പിപൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു 12 കൂടി ബിരിയാണി വന്നു, ബിരിയാണി കഴിച്ചു. പിന്നെ 1 മണിക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാത്രി ആവുമല്ലോ എല്ലാവരും വീടെത്തുമ്പോൾ, നമ്മൾ എറണാകുളം വരെ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് റൂമിലെത്തിയിട്ട് ഉടനെ തന്നെ എല്ലാവരും ഒന്ന് ഫ്രഷായി വണ്ടിയിൽ കയറി കേട്ടോ. അങ്ങനെ തിരിച്ച് കൊച്ചിയിലേക്ക് പോരുവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ പോയ സമയത്ത് കയറി അതേ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഞങ്ങൾ കയറിയിട്ടോ ചായ കുടിക്കാനായിട്ട്. അപ്പം ഞാൻ ഉഴുന്നുവടയുടെ ഒരു ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് ഉഴുന്നുവടയും കാപ്പി ഓർഡർ ചെയ്തു. നല്ലതായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിക്ക് വീണ്ടും ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവർക്കും നോൺ മതി. അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തു. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഫുഡും അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുഴിമന്തിയും അൽഫാമും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പറയാനുള്ളത് ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം കേട്ടോ. അയ്യോ, ഞാൻ കുഴിമന്തി ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം ഓർത്തു കേട്ടോ, ഇത് നമ്മൾ കൊച്ചിയിൽ ഇത് കഴിച്ച് മടുത്തൊരു സാധനമാണ് ഈ കുഴിമന്തി അൽഫാമും ഒക്കെ. ഇതൊക്കെ തന്നെ വേണമെന്ന് ഞാനിങ്ങനെ ആദ്യം ആലോചിച്ചു. പിന്നെ എന്തായാലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തന്നെ അത് വാങ്ങിച്ചു. പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായത്. ഗൈസ്, കൊച്ചിയിലെ മന്തിയും അവിടുത്തെ മന്തിയും അൽഫാമും ഒക്കെ തമ്മിൽ ഭയങ്കര ബിഗ് ഡിഫറൻസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇത്തിരി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മടുക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല കേട്ടോ. റൈസിനും പിന്നെ ആ മന്തിക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഇവിടെ മിക്കവാറും കരിഞ്ഞ് പുകച്ചൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് തരിക. ഇത് അവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഭയങ്കര വ്യത്യസ്തമായ ഒരു രുചിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും അത് പറയുകയും ചെയ്തു, ഇവിടത്തേലും എന്ത് വ്യത്യാസമാണ് അവിടുത്തെ ഫുഡിനെന്നുള്ളത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പറയാനുള്ളത് ഗ്രീൻ ആപ്പിളിൻ്റെ ആ ഒരു ഡ്രിങ്കാണ് കേട്ടോ. അതും സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങളപ്പോൾ പോരുവാണ് കൊച്ചിയിലേക്ക്. ഇനി രാവിലെ വാഗമണിലേക്കുള്ള യാത്ര അടുത്ത വീഡിയോയിൽ കേൾക്കാം. താങ്ക്